ഞാൻ ആദ്യമായിട്ട് വളരെ അത്യധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല വാർത്തകളൊന്നും. പക്ഷേ BJPയുടെ സഹയാത്രികരായിട്ടുള്ള കർണി സേനയുടെ പ്രവർത്തകൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഇറങ്ങിയിട്ടുണ്ട് ദേശീയ തലത്തിൽ. അതിൽ ഓം ബിർളക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും ആദ്യം ജയ് വിളിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള വീഡിയോ പറയുന്നത്, ഇങ്ങനെ പ്രധാനമന്ത്രിക്കെതിരെയും സ്പീക്കർക്കെതിരെയും ഒക്കെ വിമർശനം തുടർന്നാൽ രാഹുൽ ഗാന്ധിയെ വീട്ടിലെത്തി വെടിവെച്ച് കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഒപ്പമുള്ള 25 കോൺഗ്രസ് MPമാരെയും കൈകാര്യം ചെയ്യും, വെടിവെക്കും എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ വീട്ടിൽ ചെന്ന് വെടിവെക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് പരസ്യമായിട്ട് പറഞ്ഞിട്ട് 24 മണിക്കൂറിലധികം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഗവൺമെന്റ് ഭാഗത്തില്ല. FIR ഇല്ല, നടപടിയില്ല, ഒന്നുമില്ല. വിദ്വേഷം പരത്താം, പക്ഷെ ഈ രീതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ, അതുമായി ബന്ധപ്പെട്ട് ശബ്ദിച്ചതിന്റെ പേരിൽ അയാളെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞാലും നിയമപാലകർ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് വരുന്നത് ഈ രാജ്യത്തെ കൃത്യമായ അനാർക്കിയിലേക്ക് കൊണ്ടുപോകുന്ന BJP ഇക്കോസിസ്റ്റത്തിന്റെ തെളിവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഭയമൊന്നുമില്ല. എത്ര പേര് വേണമെങ്കിലും വെടിവെച്ച് കൊല്ലാൻ വരട്ടെ, നമ്മൾ നോക്കിക്കോളാം. രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും അറിയാം, രാഹുൽ ഗാന്ധിക്കും അറിയാം. ഭയത്തിനല്ല. പക്ഷെ അന്തരീക്ഷം ഇത്തരമൊരു സമീപനം പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയാൻ വരെ ധൈര്യമുണ്ടായിട്ടും BJP ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, പോലീസ് ഒരു നടപടിയെടുത്തിട്ടില്ല നിയമപരമായിട്ട്. ഇത് തെളിയിക്കുന്നത് ഈ രാജ്യത്ത് ഇത്തരം വിദ്വേഷ പ്രകടനം നടത്തുന്നവർക്ക് പൂർണ്ണ സംരക്ഷണവും കേന്ദ്ര സർക്കാർ നൽകുന്നു എന്നുള്ളതാണ്. അതിന് ചോദിച്ചു. അതല്ല, ഇപ്പോൾ വിസ്മയമുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു വിസ്മയമായിട്ട് ശശി കെട്ടിയ സ്ഥാനമൊക്കെ രാജിവെച്ച് നിൽക്കുകയാണ്. എന്താണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്? അല്ല, എനിക്കറിയില്ല. അത് അദ്ദേഹം രാജിവെച്ചത് KTDC ചെയർമാൻ സ്ഥാനമാണ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ശശി കോൺഗ്രസിലേക്ക് വരുവോ, കോൺഗ്രസുമായിട്ട് സഹകരിക്കുകയോ ചെയ്യുമോ? അല്ല, എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒരു വിവരമില്ല. വന്നാൽ സ്വാഗതം ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്ത കാര്യം, നമ്മളെ മുന്നിൽ വരാത്ത കാര്യത്തെ സ്വാഗതം ചെയ്യണോ ഇല്ലയോ എന്ന് ഇപ്പൊ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടതല്ലോ. അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് പാർട്ടി നിലപാടെടുക്കേണ്ടത്. ആ സമയത്ത് പാർട്ടി നിലപാടെടുക്കാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ നിലപാട് നമ്മളെടുക്കും. ഇപ്പൊ അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട സ്ഥിതി പക്ഷേ വന്നിട്ടില്ല. കേരള സ്റ്റോറിയുടെ 2ാം പാർട്ടിയുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ചർച്ച നടക്കുന്നത് എന്താണ്? ഞാൻ അതിനകത്തൊരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാണ്. അവർ നന്നായിട്ട് എല്ലാം നന്നാക്കാൻ വേണ്ടി ഇട്ട വാർത്തയല്ല കോൺഗ്രസ് പാർട്ടിയെ. പക്ഷെ അത് വലിയ ഹെഡ്ലൈനാണ് ദേശീയ മാധ്യമങ്ങളിൽ. കാരണം എന്റെ പോയിന്റ്, കേരളത്തെ ഇതുപോലെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കേരള സ്റ്റോറി നമ്പർ 1 എടുത്താലും കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് പർവ്വതീകരിച്ച് കേരളത്തെ ഒരു ഹേറ്റ് ക്യാപിറ്റലാക്കി മാറ്റുകയാണ് ചെയ്തത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? പല ഘടകങ്ങളുണ്ട്. പ്രകൃതി സൗന്ദര്യം കൊണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേന്മ കൊണ്ട്, ആരോഗ്യ മേന്മ കൊണ്ടൊക്കെയാണ് നമ്മൾ എല്ലാ കാലത്തും പറയാറുള്ളത്. അതിനോടൊപ്പം തന്നെ പരസ്പര സൗഹാർദ്ദത്തിന്റെ കാര്യത്തിലും നമ്മുടെ ആളുകൾ വളരെയേറെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ കേരളം ഇതൊന്നുമല്ല. കേരളം എന്തോ അപകടകരമായ സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ആന്റി കേരള ക്യാമ്പയിനാണ്. ഇത് വിദ്വേഷം പകർത്താനാണ്, സംശയമില്ല. ആ വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്നതോടൊപ്പം ആന്റി കേരള ക്യാമ്പയിനും കൂടി ഉദ്ദേശിക്കുന്നതാണ് എന്ന് സംശയമാണ്. ഇപ്പൊ 2ാമത്തെ ടീസറേ വന്നിട്ടുള്ളൂ. ടീസറിൽ കാണുന്ന എന്താണ്? ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ കേരളത്തെ വികലമാക്കി ചിത്രീകരിക്കും. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഇത് കൃത്യമായിട്ടും ആന്റി കേരള ക്യാമ്പയിനാണ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. കേരള സ്റ്റോറിക്ക് അവർ ദേശീയ അവാർഡ് കൊടുത്തു. ഇപ്പം മനസ്സിലായില്ലേ? ഇതിനകത്ത് ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, ഇലക്ഷന് മുന്നോടിയായിട്ട് പരമാവധി വിഭജനം ഉണ്ടാക്കുക, സമുദായങ്ങളും സമൂഹങ്ങളും തമ്മിൽ ഭിന്നതയിലേക്ക് കൊണ്ടുപോകുക, അവരെ കണ്ടാമിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക, പരസ്പരം പോരടിപ്പിക്കുക. ഈ ഒറ്റ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. നവകേരള സർവേക്ക് വേണ്ടിയിട്ട് 20 കോടിയാണ് ചെലവഴിച്ചത്. അത് സർക്കാർ തിരിച്ച്, അല്ലെങ്കിൽ ട്രഷറി തിരിച്ചെടുക്കണമെന്നൊരു അഭിപ്രായമുണ്ട്. കോടതി അത്രയും വലിയ പരാമർശം. സത്യത്തില് കോടതിയുടെ പരാമർശം സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. സർക്കാരിന് മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ ഇലക്ഷൻ കമ്മീഷനും അതിനകത്തൊരു ജാള്യത ഉണ്ടാകേണ്ട കേസാണ്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് 1 മാസം മുമ്പ്
ഇതുപോലൊരു സർവേയുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ PR-ന് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയും CPM സർക്കാരും നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം, മനസ്സിലായില്ല. അതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്നും 20 കോടി ചെലവഴിപ്പിച്ച് ഈ ഒരു സർവേ നടത്തുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആർക്കാ മനസ്സിലാവാത്തത്? ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. ഇലക്ഷൻ സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. അവരെ ആരെയും വിടുന്നില്ല, നമ്മുടെ സീരിയലുകാരെ പോലും വിടുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കിയപ്പോ മനസ്സിലായില്ലേ? അത് ഇലക്ഷൻ പ്രൊപ്പഗൻഡയാണ്. സീരിയൽ പോലും ഇപ്പം കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതിൽ പാർട്ടി പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഗവൺമെന്റ് പാർട്ടിയിലെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. രാജ്യത്തെ സത്യത്തില് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ, അതിനെ സ്വാധീനിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അത് അംഗീകരിക്കുന്നതിന് പകരം വീണ്ടും അപ്പീൽ പോകാൻ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം, അപ്പീലിന് പോകാന്നുള്ളത്. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സർവേ എന്തിനാണെന്ന്. ഇപ്പം ഇതോടുകൂടി ഹൈക്കോടതി വിധിയോടുകൂടി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സർവേ എന്തിനു വേണ്ടിയിട്ടാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ താല്പര്യം വ്യക്തമാക്കുന്ന മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം രാഷ്ട്രീയം വ്യക്തമാക്കുന്നത്. ഇതിന് പകരം ഇന്ന് പരസ്യമായിട്ടൊക്കെ പറഞ്ഞാൽ പോരെ. ഇതൊരു സർവേ എന്നൊക്കെ പേര്, അത് തെരഞ്ഞെടുപ്പ് അടുക്കാനാവുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നല്ല ഉദ്ദേശമായിരുന്നെങ്കിൽ ഇത് 10 കൊല്ലമായിട്ടുള്ള സർക്കാരല്ലേ, എത്ര സമയമുണ്ടായിരുന്നു അവർക്ക് ഇതൊക്കെ ചെയ്യാൻ? അപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ദുരുദ്ദേശം വ്യക്തമല്ലേ? അതല്ല കോടതിയും പറഞ്ഞിരിക്കുന്നത്. നടപ്പാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെലവാകാത്ത, നമ്മൾ പറയില്ലേ, ചെലവാകാത്ത സാധനങ്ങൾ ചെലവാകാൻ പല പ്രമോഷൻ മാർഗങ്ങളും സ്വീകരിക്കും കമ്പനികൾ. ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാത്ത ആളുകളെ ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും, ആ മാർഗങ്ങളിൽ ഒന്നായിട്ട് PR മാർഗങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണാൻ പറ്റും. ഫ്രീ ആണോ? കേരളത്തിലെ KPCC പ്രസിഡന്റിന്റെ കാര്യത്തിലേ ഈ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? എന്താണ് ഒരു തീരുമാനം? ഇതൊക്കെ നിങ്ങളുടെ ഉണ്ടാക്കുന്ന ഓരോ മായാവിലാസങ്ങളില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പൊ ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്, അയാൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്ത് പോകുന്നുണ്ട്, അതങ്ങനെ പോകും. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഏപ്രിൽ 28 BJPയുടെ ആദ്യഘട്ട പട്ടിക വരികയാണ് കേരളത്തില്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ കുറെ മുമ്പേ തന്നെ കാര്യങ്ങൾ എപ്പോഴായിരിക്കും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി? ഞങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ എന്ന് അനൗൺസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മറ്റു പല ഘടകങ്ങളൂടെ ആശ്രയിച്ചിരിക്കും. തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഞങ്ങൾ അധികം താമസിയാതെ സ്ഥാനാർത്ഥി പട്ടികകളുമായി രംഗത്ത് വരും. KPCC അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ചുമതല കൊണ്ടില്ല. മുൻപും അങ്ങനത്തുള്ള ഉണ്ടായിരുന്നു, തങ്കച്ചനുണ്ടായിരുന്നു. അതൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. എന്തായാലും ഈ ബാറിലെ സമയമാറ്റത്തിലൊരു പ്രതികരണം എന്തൊക്കെയാ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. പുലർച്ചെ 3 മണിയും സ്റ്റാർ ഹോട്ടലാണെങ്കിൽ പുലർച്ചെ 3 മണിയും ബാർ തുറന്നു വെക്കാം, മറ്റേത് 12 മണി വരെയും ബാർ തുറന്നു വെക്കാം. കുടിക്കാൻ പറ്റുന്നവർ പരമാവധി കുടിച്ചോളൂ എന്നാണ് സർക്കാർ പറയുന്നത്. എന്നിട്ട് മറ്റൊരു ഭാഗത്ത് അവർ മദ്യവർദ്ധനവും പറയുന്നുണ്ട്, മദ്യവർദ്ധനത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ അനുവദിച്ചൊക്കെ ഈ സർക്കാർ വന്ന ശേഷം കേരളത്തിൽ അനുവദിച്ച ബാറുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ സർവകാല റെക്കോർഡ് എന്ന് പറയാൻ പറ്റുന്നതാണ്. നമ്മൾ അത്രയേറെ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ അഴിമതിയാണ് അതിന്റെ പിന്നിലുള്ളത്, സംശയമില്ല. ആ അഴിമതിയാണ് സത്യത്തിൽ ഗവൺമെന്റ് ആ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണം. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ എങ്ങനെ തീരുമാനം വന്നു എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷത്തോട് സംസാരിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത്. അല്ല, പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞിട്ടുള്ള പുള്ളിയോട് ആരും സംസാരിച്ചിട്ടില്ല. ഏത് പ്രതിപക്ഷത്തിനോട് അവന് സംസാരിക്കുന്നത്? അങ്ങനെ പ്രതിപക്ഷം സംസാരിച്ച പ്രതിപക്ഷം ഇതെന്താ കുത്തുകച്ചവടാണോ? അപ്പൊ ശബരിമല വീണ്ടും ശബരിമല കഴിഞ്ഞു എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അപ്പൊ ശബരിമല വിഷയം അതേസമയത്ത് സ്വർണ്ണക്കൊള്ള, അപ്പൊ എല്ലാവരും ജാമ്യത്തിലിറങ്ങി. എന്തായിരിക്കും കോൺഗ്രസ് നിലപാട്? ശബരിമല കാര്യത്തിൽ ഓരോ ദിവസം കഴിയുന്നവരും സങ്കീർണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ ചെയ്യുന്നത്. അവര് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. ആ വെപ്രാളം എത്ര നടത്തിയിട്ടും കാര്യമില്ല. എല്ലാ പ്രതികളിലേക്കും എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ്. ഓരോ ദിവസം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വന്നപ്പോൾ കുറച്ചുകൂടെ സങ്കീർണമായി ഓരോ കാര്യത്തിലും. അത് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റേ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ച് നടത്തുന്ന കൊള്ളകൾ ജനം മറക്കുമെന്ന് വിചാരിക്കണം. കേന്ദ്ര സർക്കാർ കൊട്ടിയാഘോഷിച്ച് നടത്തിയ AI സബ്മിറ്റ് ഇപ്പോൾ രാജ്യത്തിന്റെ അന്തസ്സ് തകർക്കുന്ന രീതിയിൽ നിങ്ങൾ തന്നെ 4-5 ദിവസമായിട്ട് അനുഭവിക്കുന്ന ടെൻഷൻ എന്താണ്?
ഞാൻ ഇവിടുന്ന് കോൺഗ്രസ് പ്രസിഡന്റ് വീട്ടിലേക്ക് ഇന്നലെ പോകാൻ 1 മണിക്കൂർ. ഒരു ക്രമീകരണം ഇത്രയും വലിയൊരു സംരംഭം നടത്തുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖം അന്തർദേശീയ തലത്തിൽ സത്യത്തിൽ വികൃതമാക്കുകയല്ലേ ചെയ്തു. ഇത് നാഷണൽ ക്യാപിറ്റലല്ലേ. ഈ നാഷണൽ ക്യാപിറ്റലിന്റെ ജീവിതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല ഈ വരുന്ന പ്രതിനിധികൾക്ക് എന്തെങ്കിലും സംരക്ഷണം കിട്ടിയിട്ടില്ല. രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇന്നിപ്പം പുറത്തു വന്നിരിക്കുന്നത് കള്ള പാറ്റന്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് പലതിലും. ചൈനയുടെ ഉൽപ്പന്നം എടുത്ത് നമ്മുടെ ഉൽപ്പന്നമാണെന്ന് കാണിക്കുക. പിന്നെ ഉൽപ്പന്നങ്ങൾ തന്നെ അവിടെ കൊണ്ടുവന്ന ആളുകൾ തന്നെ അത് തന്നെ മോഷണം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് AI കുറിച്ച് കൃത്യമായിട്ടുള്ള കൺസേൺ ഉള്ള ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ സമ്മിറ്റ് നടത്തുമ്പോൾ ആ സമ്മിറ്റ് നടത്താനുള്ള കേപ്പബിലിറ്റി നമുക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. സത്യത്തിൽ അത് വളരെ വളരെ ലജ്ജാകരമായ കാര്യമല്ലേ. ഇന്ത്യ രാജ്യത്തിനുള്ള കഴിവുകളെ പോലും പുറം ലോകത്തിന്റെ മുന്നിൽ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. അത് ഇപ്പം നാളെയും കൂടെ ഉണ്ട്. ജനങ്ങളുടെ ജീവിതം പൊതുവായി ദുസ്സഹമാക്കി ഇതുമായി ബന്ധപ്പെട്ട സമ്മിറ്റിന് വന്നവർക്കും നിരാശ നൽകുന്ന ഫലം നൽകിയതെന്നാണ്. ഓക്കെ.